നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറെ അടുത്ത് നിൽക്കെ കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ സജീവമായി രംഗത്തുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ജാഥ ഇന്ന് കാസർഗോഡ് നിന്ന് ആരംഭിക്കാനിരിക്കുകയാണ്. LDFിൻ്റെ നേതൃത്വത്തിൽ 3 മേഖലാ ജാഥകൾ ഏകദേശം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. സ്ഥാനാർത്ഥികൾക്കായിട്ടുള്ള ചർച്ചകളും മുന്നണികളിൽ വളരെ സജീവമാണ്. പല മുന്നണികളിലും ഏകദേശം സ്ഥാനാർത്ഥികളുടെ പട്ടികയൊക്കെ ആയിക്കഴിഞ്ഞു. ഈ ഒരു സമയത്ത് റിസാല അപ്ഡേറ്റിൻ്റെ തെരഞ്ഞെടുപ്പ് അവലോകന പരിപാടിയായ പവർ പ്ലേയുടെ ഭാഗമായി അതിനോടനുബന്ധിച്ചുള്ളൊരു പങ്ക്തിയായ ബിഗ് ഫൈറ്റ്, അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ മണ്ഡലങ്ങൾ അവലോകനം ചെയ്യുന്ന ബിഗ് ഫൈറ്റ് എന്ന് പറയുന്ന പരിപാടിക്ക് നമ്മളിന്ന് തുടക്കം കുറിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആദ്യം നമ്മുടെ ബിഗ് ഫൈറ്റിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്നത് മറ്റൊരു മണ്ഡലവുമല്ല, മുഖ്യമന്ത്രിയുടെ മണ്ഡലമായിട്ടുള്ള ധർമ്മടമാണെന്ന് തോന്നുന്നു. ഈ ധർമ്മടം പല രീതിയിലും ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നൊരു മണ്ഡലമായി മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു വർദ്ധിത വീര്യം UDFിലും ഈ മണ്ഡലത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കാണാനുണ്ട്. ഈ 2008 ധർമ്മടം ഒരു മണ്ഡല പുനരേകീകരണത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ടൊരു മണ്ഡലം. ഏകദേശം 2 പുതിയ പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്ത് ധർമ്മടം എന്ന് പറയുന്ന ഒരു മണ്ഡലം രൂപീകരിക്കുന്നു. ഈ മണ്ഡലത്തിൽ 2008 ശേഷം 2011 വരുമ്പോൾ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഈ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ വളരെ രസകരമായ കുറേ സംഭവങ്ങളുണ്ട്. അന്ന് KK നാരായണനാണ് CPM അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന KK നാരായണൻ ഈ ധർമ്മടത്ത് സ്ഥാനാർത്ഥിയായി എത്തുന്നു. ആദ്യം തന്നെ ഈ KK നാരായണനോട് CPM പറയുന്ന ഒരു ടേം എന്നുള്ള ഒരു വ്യവസ്ഥ, ഒരു നിർദ്ദേശം കൊടുത്തുകൊണ്ടാണ് KK നാരായണനെ സ്ഥാനാർത്ഥിയാക്കുന്നത്. അപ്പോൾ KK നാരായണൻ വരുന്നു. KK നാരായണൻ മത്സരിക്കുന്ന സമയത്ത് പ്രതിപക്ഷത്തു നിന്ന്, അതായത് UDFിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സ്ഥാനാർത്ഥി വേണം. അങ്ങനെയാണ് മമ്പ്രം ദിവാകരന് ഈ ഇതിലേക്ക് ഒരു നിർദ്ദേശം വരുന്നത്. മമ്പ്രം ദിവാകരൻ മത്സരിക്കാൻ എത്തുമ്പോൾ മമ്പ്രം ദിവാകരൻ്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് എനിക്കൊന്ന് വളരെ രസകരമായ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ഈ 2011 മമ്പ്രം ദിവാകരൻ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മമ്പ്രം ദിവാകരൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെ അവസാന നിമിഷമാണ് തീരുമാനിക്കപ്പെടുന്നത്. മറ്റ് പലരുടെയും പേരുകൾ ഉയർന്നു വന്നു. DCCയും KPCCയും തമ്മിൽ പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നു. അവസാനം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന അവസാന ദിവസം 6 മണിക്ക് മമ്പ്രം ദിവാകരൻ സ്ഥാനാർത്ഥിയാവുന്നു. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്ന മമ്പ്രം ദിവാകരൻ അനുഭവിച്ചിട്ടുള്ളൊരു മാനസിക സമ്മർദ്ദത്തിൻ്റെ കഥ ഇപ്പോഴും പലരും പറയാറുണ്ട്. ഈ മമ്പ്രം ദിവാകരൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കപ്പെടുന്ന അന്നത്തെ ദിവസം മറ്റെല്ലാ രേഖകളും കയ്യിലുണ്ട്. മമ്പ്രം ദിവാകരന് പാർട്ടി ചിഹ്നം, അതായത് കൈച്ചിഹ്നം അനുവദിച്ചു കൊണ്ടുള്ള KPCCയുടെ കത്തില്ല. ഈ കത്തില്ലാതാവുന്ന സമയത്ത് കത്തില്ലാതെ ഈ നാമനിർദ്ദേശ പത്രിക കൊടുത്താൽ ചിഹ്നം ലഭിക്കില്ലല്ലോ. അപ്പം മമ്പ്രം ദിവാകരൻ്റെ മുന്നിലുള്ള വലിയൊരു ബുദ്ധിമുട്ട്, ഈ കത്തില്ലാതെ എങ്ങനെ ഇത് കൊടുക്കും? എനിക്ക് തോന്നുന്നു അദ്ദേഹം വലിയ രീതിയിലൊരു മാനസിക സമ്മർദ്ദം അനുഭവിച്ച സമയമാണ്. ഈ കത്തിന് വേണ്ടിയിട്ട് അന്ന് ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് KPCC ഒരു ഹെലികോപ്റ്റർ അറേഞ്ച് ചെയ്തിട്ട് മമ്പ്രം ദിവാകരന് ഈ ചിഹ്നം അനുവദിച്ചു കൊണ്ടുള്ള കത്ത് കൊടുത്തയക്കാനുള്ള ശ്രമം നടത്തി. ഈ ഹെലികോപ്റ്റർ ആണെങ്കിൽ സാങ്കേതിക തകരാറിൽ എത്തിയില്ല എന്നുള്ളതാണ്. തിരുവനന്തപുരത്തേക്ക് തന്നെ കത്ത് തിരിച്ചെത്തുന്നു. അവസാനം മമ്പ്രം ദിവാകരൻ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നു. ഈ കത്തില്ലാതെ കൊടുക്കുന്നു. അങ്ങനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മമ്പ്രം ദിവാകരൻ, കോൺഗ്രസ് പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങുന്നു. അന്ന് എനിക്ക് തോന്നുന്നത് ബാറ്റാണ് മമ്പ്രം ദിവാകരനെ ചിഹ്നമായി കിട്ടിയത്. അദ്ദേഹം അവിടുത്തെ DCC നേതാവായിരുന്നു. അതെ, ഒരു DCC നേതാവിൻ്റെ അവസ്ഥയാണ്. എപ്പോഴും ഞാനത് പറയാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ, നമ്മുടെ ചർച്ചയിൽ ഗുണകരമായ കാര്യം എന്താ വെച്ചാൽ, ഈ കോൺഗ്രസിനെ അല്ലെങ്കിൽ UDFിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒരല്പം വൈകുന്ന മണ്ഡലം കൂടിയാണ് ധർമ്മടം. അവിടെ പ്രതീക്ഷയില്ലാത്തതുകൊണ്ടാണ് അത് വൈകുന്നത്. അതെ, പക്ഷേ ഇത്തരത്തിലുള്ള വലിയ രസകരമായിട്ടുള്ള കഥകൾ കൂടെ ഉണ്ടാകുന്നൊരു മണ്ഡലമായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ചർച്ച ചെയ്യുമ്പോൾ വളരെ രസകരമായൊരു മണ്ഡലമായിട്ട് ധർമ്മടം മാറാറുണ്ട്. അപ്പോൾ ഈ മമ്പ്രം ദിവാകരൻ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 16,000 വോട്ടുകളുടെ ഇതിലാണ് തോൽക്കുന്നത്. KK നാരായണൻ ജയിച്ചു വരുന്നു. പിന്നീട് ഇങ്ങോട്ട് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഘട്ടം ഘട്ടമായി പിണറായി വിജയൻ രംഗത്തെത്തുന്നു. ഘട്ടം ഘട്ടമായി 2016 ധർമ്മടത്ത് പിണറായി വിജയൻ ആദ്യമായിട്ട് മത്സരിക്കുന്നത്. അവിടെ നിന്ന് പിണറായി വിജയൻ രംഗത്ത് വരുന്നു. 16 വരുന്നു, 21 വരുന്നു. ഘട്ടം ഘട്ടമായി ഈ പോളിംഗ് പെർസെൻറ്റേജ് ഉയരുന്നു. അതോടൊപ്പം തന്നെ ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്നു. രസകരമായ കുറേ സംഭവങ്ങളില്ലേ? ഈ ഒരു മണ്ഡലത്തിൽ എങ്ങനെയാണ് കോൺഗ്രസും ഈ പറയുന്ന CPM തമ്മിലൊരു മത്സരം രൂപപ്പെടുന്നത്? ഇപ്പോൾ ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രസക്തി ഉണ്ടോ? അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ധർമ്മടം എന്ന് പറയുന്ന മണ്ഡലം 2011 ആദ്യ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ ആ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഉറപ്പുള്ള മണ്ഡലമാണ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. 2026 ആര് മത്സരിച്ചാലും, ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ 3ാമതും മത്സരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന് നേതൃത്വം നൽകുന്നതിൻ്റെ ഭാഗമായി മാറി നിൽക്കുമെന്നും ചില സൂചനകളുണ്ട്. തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ നിന്ന്
മാറി നിന്നുകൊണ്ട് കേരളം മുഴുവനുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ നടത്തുമെന്നും ചില കേൾവികളുണ്ട്. അത് നമുക്ക് വ്യക്തതയില്ല. ഏകദേശം പിണറായി വിജയൻ മത്സരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ മത്സരിക്കുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും ഉറപ്പുള്ള ഒരു മണ്ഡലമാണ്, 2026 ഉറപ്പുള്ളൊരു മണ്ഡലമാണ് ധർമ്മടം മണ്ഡലം. അവിടെ ആകെ ഉണ്ടാകാനുള്ള ഇടയുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത്, ഇപ്പോൾ ചില സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളനുസരിച്ച് ഇപ്പോൾ സാധാരണ പറയാറുണ്ട് അവിടെ ധർമ്മടത്ത് പിണറായി വിജയനെ നേരിടാൻ കരുത്തനായ സ്ഥാനാർത്ഥി ഞങ്ങൾ ഇത്തവണ മത്സരിപ്പിക്കും. അപ്പോൾ അങ്ങനെ മത്സരിപ്പിക്കുമെന്ന് പറയുന്ന കൂട്ടത്തിൽ പറയുന്ന പേരുകളാണ്, ഒന്ന് കെ സുധാകരൻ്റെ പേരാണ്. കെ സുധാകരൻ ഇപ്പോൾ തന്നെ കണ്ണൂരിൽ നിന്നുള്ള MP ആണ്. പിന്നെ ഷാഫി പറമ്പലിൻ്റെ പേര്. സോഷ്യൽ മീഡിയ പ്രചാരണം മാത്രമേ, അത് അവർക്ക് വന്ന് മത്സരിക്കുമോ എന്നറിയില്ല. കാരണം അവർ വന്ന് മത്സരിച്ചാൽ പോലും ധർമ്മടത്ത് മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമല്ല. കാരണം നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 15,000-ൽ നിന്ന് 50,000-ആയി. ആദ്യം കെ നാരായണൻ മത്സരിക്കുമ്പോൾ ആ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയുടെ CPM സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 16,000-ൽ തൊട്ട് താഴെയായിരുന്നു. വീണ്ടും പിണറായി വിജയൻ 2016-ലെത്തുമ്പോൾ ആ ഭൂരിപക്ഷം വീണ്ടും വലിയ തോതിൽ ഉയരുകയാണ്. 30,000-ലധികമായി ഭൂരിപക്ഷം 36,905 ഭൂരിപക്ഷം ഉയരുകയാണ്. അപ്പോൾ വീണ്ടും 2021-ലെത്തുമ്പോഴേക്കും പിണറായി വിജയൻ 50,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അവിടെ ജയിച്ചത്. അപ്പോൾ അതിൽ 2026-ലും അതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ നിലയിൽ ഉറച്ച ഒരു LDF-നെ സംബന്ധിച്ച് CPM-നെ സംബന്ധിച്ച് വളരെ ഉറപ്പുള്ളൊരു മണ്ഡലമാണ് അത്. പിണറായി വിജയനല്ല ആര് മത്സരിച്ചാലും ആ സീറ്റ് LDF-ന് ഇന്നത്തെ സ്ഥിതിയിൽ ഉറപ്പുള്ളൊരു മണ്ഡലമാണ്. അത് അട്ടിമറിക്കപ്പെടാൻ സാധ്യത ഏറ്റവും കുറഞ്ഞ മണ്ഡലങ്ങളിലൊന്നാണ് ധർമ്മടമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ 2011 നിന്ന് 16-ലേക്ക് എത്തുമ്പോഴുള്ള ഒരു തെരഞ്ഞെടുപ്പ് കണക്കുകൂടെ നമ്മൾ പരിഗണിക്കേണ്ടി തോന്നുന്നു. അതായത് ധർമ്മടത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2016 ഉള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അന്നുണ്ടായിരുന്ന വോട്ടർമാർ 1,84,431 വോട്ടർമാരാണ് അന്ന് പോളിംഗ് ബൂത്തുകളിലെത്തിയത്. അന്ന് പിണറായി വിജയൻ, CPM സ്ഥാനാർത്ഥിയായിട്ടുള്ള പിണറായി വിജയന് 87,329 വോട്ടുകൾ കിട്ടി. അതായത് ഏകദേശം 56.84% വോട്ടുകൾ പിണറായി വിജയനാണ് ലഭിച്ചത്. അപ്പോൾ മമ്പ്ര ദിവാകരൻ, തൊട്ടു പുറകെ ഉണ്ടായിരുന്ന മമ്പ്ര ദിവാകരനെ സംബന്ധിച്ചിടത്തോളം, മമ്പ്ര ദിവാകരൻ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിരുന്ന വോട്ട് 50,424 വോട്ടാണ്. ഈ ഏകദേശം 32.8% വോട്ടാണ് മമ്പ്ര ദിവാകരൻ കിട്ടുന്നത്. ഇവർ തമ്മിൽ ഏകദേശം ഒരു 25% വോട്ടിൻ്റെ വ്യത്യാസം അവിടെ തന്നെ അപ്പം തന്നെ രൂപപ്പെട്ട് കഴിഞ്ഞു. അതേസമയം BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ നോമിനലാണ്. BJPക്ക് ഇപ്പോൾ 2016 അവിടെ വലിയ പ്രസക്തി. BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ മോഹൻ മാനത്തേരി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് വരുന്നത്. അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് 12,763. അതായത് മൊത്തത്തിൽ 8.3% കാര്യമായ പ്രസക്തി ഇല്ലാത്തതാണ്. അതേസമയം വീണ്ടും 2021-ലേക്ക് വരുമ്പോൾ പിണറായി വിജയൻ്റെ വോട്ടിംഗ് ശതമാനം വീണ്ടും ഉയരുകയാണ്. പിണറായി അന്ന് ഏകദേശം 1,93,486 ആളുകൾ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തി, വോട്ടർമാരന്ന് അവിടെ എത്തിയിട്ട്. ആ സമയത്ത് പിണറായി വിജയന് 95,522 വോട്ടുകൾ അന്ന് ലഭിച്ചിട്ടുണ്ട്. തൊട്ടു പുറകെയുള്ള രഘുനാഥന് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 45,399 വോട്ടുകളാണ്. അപ്പോൾ പിണറായി വിജയന് 59.61% വോട്ടുകൾ കിട്ടിയപ്പോൾ തൊട്ടു പിന്നാലെയുള്ള രഘുനാഥന് കിട്ടിയത് 28.33%. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ഈ പറയുന്ന ഭൂരിപക്ഷം അല്ലെങ്കിൽ വോട്ട് ശതമാനം കുറയുന്നതായിട്ടാണ് നമുക്ക് ഒരു ട്രെൻഡ് കാണുന്നത് അവിടെ. പിണറായി വിജയൻ ഗണ്യമായി വോട്ടിംഗ് പെർസെൻറ്റേജ് ഉയർത്തുന്നു. BJPയെ സംബന്ധിച്ച് BJP ചെറിയ രീതിയിലൊരു മാറ്റം, ഒരു ഗുണം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സമയത്തൊന്ന് കാണാം. CK പത്മനാഭനായിരുന്നു അന്ന് സ്ഥാനാർത്ഥി. ഒരുപക്ഷെ ഒരു BJPയുടെ ഗ്ലാമറായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കൊക്കെ ആയിരിക്കണം അദ്ദേഹത്തിന്. കഴിഞ്ഞ സംസ്ഥാന പ്രസിഡൻ്റൊക്കെ ആയിരുന്ന ആളാണ്. അതെ, തൊട്ട് മുൻപത്തെ പഴയൊരു ഇടതുപക്ഷക്കാരനും കൂടിയായിരുന്നു CK പത്മനാഭൻ. തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ 8% നിന്ന് ഒരു 8% നിന്നിരുന്ന വോട്ടിംഗ് ശതമാനത്തെ ഏകദേശം 9.13-ലേക്ക് CK പത്മനാഭന് ഉയർത്താൻ ആയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഡാറ്റ പരിശോധിക്കുന്നത്. വലിയ പ്രസക്തമായ കാര്യമൊന്നുമല്ല BJPയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടി. ഇനി കൂടി BJPയെ സംബന്ധിച്ച് ചെറിയൊരു സംഗതി ഉള്ളത്, ഈ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അവർ ധർമ്മടം പഞ്ചായത്തിൽ 3 സീറ്റുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് BJPയെ സംബന്ധിച്ച് അല്പം പ്രസക്തമായ ഒരു കണക്ക്. അതിനപ്പുറത്തേക്ക് BJPക്ക് കാര്യമായൊരു പ്രസക്തിയുള്ള മണ്ഡലമേ അല്ല ധർമ്മടം മണ്ഡലം. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ നോക്കേണ്ടി വരും. 2019 ഇടത് കോട്ടകളെല്ലാം ആടി ഉലച്ചുകൊണ്ട് കുലുക്കിക്കൊണ്ടായിരുന്നു കെ സുധാകരൻ്റെ ഒരു തേരോട്ടം നമ്മൾ കണ്ടത്. അന്ന് 4,099 വോട്ടുകൾ മാത്രമാണ് LDF ലീഡുണ്ടായിരുന്നത് ധർമ്മടത്തിൽ. അത് 2024-ലേക്ക് എത്തുമ്പോൾ വലിയ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റം നമ്മൾ കാണുന്നു. ആ മാറ്റം ഇങ്ങനെയാണ്. MV ജയരാജനായിരുന്നു CPMൻ്റെ സ്ഥാനാർത്ഥി. MV ജയരാജന് കിട്ടിയത് 71,794 വോട്ടുകളാണ്. അതേസമയം കെ സുധാകരൻ ധർമ്മടത്ത്
മണ്ഡലത്തിൽ കെ സുധാകരന് കിട്ടിയ വോട്ട് 69,178. CPM-ൻ്റെ ആ ഒരു മേൽക്കൈ വീണ്ടും കുറയുന്നതായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വശത്ത് ഇതിങ്ങനെ കുത്തനെ പോകുമ്പോൾ നേരെ മറുവശത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ CPM-ൻ്റെ അവിടുത്തെ ഒരു മെജോറിറ്റി എന്ന് പറയുന്നത് 4,99 നിന്ന് 2,616 എന്നൊരു നാലക്കത്തിലേക്ക്. എനിക്ക് തോന്നുന്നു അതിന് 2 ഫാക്ടേഴ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് 2019 തെരഞ്ഞെടുപ്പാണെങ്കിലും 24 തെരഞ്ഞെടുപ്പാണെങ്കിലും ദേശീയ പാർട്ടികൾ തമ്മിലാണ് മത്സരം നടക്കുന്നത്. അതായത് BJP അല്ലെങ്കിൽ പ്രതിപക്ഷമായ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണി അധികാരത്തിൽ വരണം എന്നുള്ളതാണ് അവിടെ നടക്കുന്നൊരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഗതി. മാത്രമല്ല കണ്ണൂർ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് UDF-നോടൊപ്പമുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ കണ്ണൂരെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് കോട്ട എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും കണ്ണൂർ ലോക്സഭാ മണ്ഡലം മിക്കവാറും UDF ആണ് അവിടെ ജയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കെ സുധാകരൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിച്ചത്. അപ്പോൾ സ്വാഭാവികമായും ആ മണ്ഡലങ്ങളിൽ പൊതുവിൽ സുധാകരൻ നേടിയ വലിയ ഭൂരിപക്ഷം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ആ തെരഞ്ഞെടുപ്പ് ഫലം സ്വാഭാവികമായും ധർമ്മടം മണ്ഡലത്തിലും പ്രതിഫലിച്ചിട്ടുണ്ട്. അവിടെ ഒരു ചോദ്യം കൂടെ വരുന്നുണ്ടല്ലോ, ധർമ്മടം മണ്ഡലത്തിലുള്ളത് പാർട്ടി കേഡർ വോട്ടുകളാണെന്നാണ് നമ്മൾ കരുതുന്നതും CPM അവകാശപ്പെടുന്നതും. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഈ കേഡർ വോട്ടുകൾ മാത്രമല്ലല്ലോ, ബഹുജനങ്ങളുടെ വോട്ടുകൾ കൂടി ചേർന്നാണല്ലോ പാർട്ടി തെരഞ്ഞെടുപ്പിൽ ചെയ്യുന്ന വോട്ടുകൾ. പാർട്ടി കേഡർമാരുടെ എണ്ണം കുറവാണ്. പാർട്ടിയുടെ വോട്ട് ബേസ് എന്ന് പറയാം, വോട്ട് ബാങ്ക് എന്ന് നമുക്ക് പറയാം, കേഡർ വോട്ടുകളല്ലത്. അപ്പോൾ വോട്ട് ബാങ്ക് CPM-ൻ്റെ വോട്ട് ബാങ്ക് തന്നെയാണ് ധർമ്മടത്തുള്ളതെന്നാണ് അവർ പറയാറുള്ളത്. പക്ഷേ ബഹുജനങ്ങളുടെ വോട്ട് പറഞ്ഞ പോലെ MP ജയരാജൻ ജയസാധ്യതയില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയാണെന്നുള്ളത് ഏകദേശം ഉറപ്പായൊരു കാര്യമാണ് കണ്ണൂരിനെ സംബന്ധിച്ച്. 1,00,000-ലധികം വോട്ടിലാണ് അദ്ദേഹം പരാജയപ്പെടുന്നത്, സുധാകരനോട് പരാജയപ്പെടുന്നത്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ കണ്ണൂർ അവരുടെ UDF-ൻ്റെ ഉറച്ച ലോക്സഭാ മണ്ഡലവുമാണ്. അപ്പോൾ ആ നിലയ്ക്കാണ് ധർമ്മടത്ത് ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറയുന്നത്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ അതല്ല സ്ഥിതി. ഇപ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണല്ലോ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. 21 നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ നമ്മൾ കാണുന്നത് പിണറായി വിജയന് 50,000-ലധികം 60,000-തോടടുത്ത വോട്ടുകളുടെ ഭൂരിപക്ഷം കാണുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന നിർണായകമായൊരു സംഗതി അല്ല എന്നാണ് അവിടെ വരുന്നത്, ഒരു ഫാക്ടർ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് ഇടതുപക്ഷത്തിൻ്റെ ഒരു ഉറച്ച മണ്ഡലമായി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് ഞാൻ പറയാനുള്ളൊരു കാരണം. ഈ കണക്കുകളൊക്കെ നമ്മളിത് പറഞ്ഞു പോകുമ്പോഴേ ഈ UDF-ൽ ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് UDF-ൽ എല്ലാ കാലത്തും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു മണ്ഡലമാണ് ധർമ്മടം. ഏറ്റവും അവസാനം UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഒരു മണ്ഡലമെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ 2011 കഴിഞ്ഞു. നമ്മൾ നേരത്തെ 2011 മമ്പ്ര ദിവാകരൻ്റെ വിഷയം ചർച്ച ചെയ്തു. 2016 എത്തുമ്പോൾ അവിടെ MC ശ്രീജേനയാണ് അന്നത്തെ ഈ പറയുന്ന പോലെ നഗരസഭാ അധ്യക്ഷയായിരുന്നു കണ്ണൂരെ. അവരെ ആണ് ഈ പറയുന്ന MC ശ്രീജേനയാണ് DCC നിർദ്ദേശിക്കുന്നത്. അപ്പം MC ശ്രീജ മത്സരത്തിൽ വരുമെന്ന് പറയുന്നു. തൊട്ട് പിന്നാലെ വീണ്ടും അത് പാർട്ടി നേതൃത്വം അംഗീകരിക്കുന്നില്ല. ക്രമേണ അത് മമ്പ്ര ദിവാകരനിലേക്ക് വീണ്ടും എത്തുന്നു. വീണ്ടും മമ്പ്ര ദിവാകരൻ പിണറായിക്കെതിരെ മത്സരിക്കുന്നു. അതാണ് നമ്മൾ ഈ പറയുന്നത് 35,000 ചില്ലാനം വോട്ടുകളുടെ ഒരു ഭൂരിപക്ഷത്തിൽ പിണറായി ജയിക്കുന്നത്. മൂന്നാമത്തെ ടേമിൽ വരുമ്പോഴും രസകരമായ ഈ പാറ്റേൺ ആവർത്തിക്കുകയാണ്. അന്ന് എനിക്ക് തോന്നുന്നു വലിയ സങ്കീർണമായൊരു പരിപാടിയായിട്ട് UDF-ലെ ഈ പറയുന്ന സ്ഥാനാർത്ഥി നിർണ്ണയം നീണ്ടുപോയി. ആദ്യം ഒരു സ്ഥാനാർത്ഥിനെ DCC കൊടുത്തത് അല്ല, അവിടെ മത്സരിക്കാൻ പലരും ധൈര്യപ്പെടുന്നില്ല ഇവിടുത്തെ രസകരമായ കാര്യം. ഇവിടെ ഇനി നമുക്ക് വേറൊരു കാര്യം കൂടെ പരിശോധിക്കാവുന്നതാണ്. ഇപ്പോൾ പിണറായി വിജയൻ ഉള്ള ശക്തനായൊരു സ്ഥാനാർത്ഥിയായി മാറുന്നത് അവിടെ മാത്രമല്ല, ധർമ്മടത്ത് മാത്രമല്ല, മറ്റൊരു കണക്കൂടെ പരിശോധിക്കേണ്ടതാണ്. പിണറായി വിജയൻ 1970 കൂത്തുപറമ്പിൽ നിന്നാണ് ആദ്യം മത്സരിക്കുന്നത് തോന്നുന്നു. അതെ. അപ്പോൾ ഈ പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ ഗ്രാഫ് ജനപിന്തുണ ഉയർന്നു വരുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് നമുക്കത് പരിശോധിക്കാം. ആ കണക്കുകൾ കൂടെ നമുക്കൊന്ന് കണ്ടുപോകാം. പിണറായി വിജയൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് പെർഫോമൻസ് ഒരു 1970 നമുക്കൊന്ന് 1970 മുതൽ അങ്ങ് നോക്കാം. 1970 പിണറായി വിജയൻ ആദ്യമായിട്ട് കൂത്തുപറമ്പ് രംഗത്തിറങ്ങുന്നുണ്ട്. കൂത്തുപറമ്പിൽ പിണറായി വിജയൻ എത്തുമ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 743 വോട്ടുകളാണ്. അതേസമയം 1977 7 വർഷത്തിനിപ്പുറം വീണ്ടും കൂത്തുപറമ്പ് അദ്ദേഹം മത്സരത്തിന് ഇറങ്ങുന്നുണ്ട്. അന്ന് 4,401 വോട്ടുകൾ അദ്ദേഹം ഭൂരിപക്ഷം നേടിയിരുന്നു. 1990 നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 77 തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥക്കാലത്ത് കേരളത്തിൽ UDF വൻ വിജയം നേടിയ ഒരു തെരഞ്ഞെടുപ്പാണ്. അതെ. ആ തെരഞ്ഞെടുപ്പിൽ പോലും ഈ 4,000 ചില്ലാനം വോട്ടുകൾ 4,401 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പിടിച്ചു നിൽക്കാൻ പിണറായി വിജയൻ ആയിരുന്നു എന്നുള്ളതാണ്. അതേസമയം 1991 എത്തുമ്പോൾ
91 വീണ്ടും കൂത്തുപറമ്പ് തന്നെയാണ് പിണറായി വിജയൻ തിരഞ്ഞെടുത്തത്. അന്ന് കൂത്തുപറമ്പ് മത്സരിച്ച പിണറായി വിജയൻ 13,060 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് നിയമസഭയിലേക്ക് എത്തുന്നത്. പിന്നീട് വീണ്ടും പിണറായി വിജയൻ മത്സരിക്കുന്നത് 1996, അത് പയ്യന്നൂരിൽ നിന്നാണ് മത്സരിക്കുന്നത്. പയ്യന്നൂർ 28,078 വോട്ടുകളുടെ ഭൂരിപക്ഷം അദ്ദേഹം നേടുകയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഗ്രാഫ് ഒരു പ്രത്യേക ഡയറക്ഷനിൽ നേരെ അങ്ങ് പോവുകയാണ്. ഇനി വരുന്നു 2016 തെരഞ്ഞെടുപ്പ്. 2016 തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് നിന്ന് വരുന്നു. ധർമ്മടത്ത് 36,905 വോട്ടുകളുടെ ഭൂരിപക്ഷം. 2021 വരുന്നു. 2021 50,123 വോട്ടുകളുടെ ഭൂരിപക്ഷം. അതായത് പിണറായി വിജയൻ്റെ പ്രോഗ്രസ് കാർഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് കുത്തനെ മുകളിലോട്ട്. അതെ, ജനപ്രീതി ഉയർന്നു വരുന്നു, പിന്തുണ കയറി വരുന്നു. ഒരു പക്ഷേ പിണറായി വിജയനെതിരെ പലതരത്തിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട്, പലതരത്തിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുന്ന സമയത്തൊക്കെ ലാവലിൻ പോലുള്ള വിഷയങ്ങളൊക്കെ കടന്നു വന്ന സമയമൊക്കെ ആയിരുന്നു. പലതരത്തിലുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും. വാളയാർ കേസ് 2021 തെരഞ്ഞെടുപ്പിൽ വാളയാറിലെ പെൺകുട്ടികളുടെ അമ്മ ഭാഗ്യവതി അവിടെ സ്ഥാനാർത്ഥിയായിരുന്നു. ഒരുപക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ ധർമ്മട മണ്ഡലം ശ്രദ്ധിച്ചത് ആ കാരണം കൊണ്ടായിരുന്നു. പിണറായി വിജയനെതിരെ അന്ന് മുല്ലപ്പള്ളി വാളയാർ പെൺകുട്ടികളുടെ അമ്മ മത്സരിക്കുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേ അവർക്ക് കാര്യമായ ഒരു സ്വാധീന മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ കഴിയില്ല. കോൺഗ്രസിൽ നിന്ന് ആശയക്കുഴപ്പമുണ്ടായിരുന്നല്ലോ. മുല്ലപ്പള്ളി ഈ അമ്മേനെ ഭാഗ്യവതിനെ പിന്താങ്ങണമെന്നുള്ള രീതിയിൽ അഭിപ്രായക്കാരനായിരുന്നല്ലോ. ആ സമയത്താണ് സുധാകരൻ മത്സരിക്കണം എന്ന് പറഞ്ഞ് വേറൊരു വിഭാഗം വരുന്നത്. ഇയാൾ മത്സരത്തിൽ പിൻവാങ്ങി, ഫോർവേഡ് ബ്ലോക്കിൻ്റെ ഇതിൽ നിന്ന് പിൻവാങ്ങി സുധാകരൻ മത്സരിക്കണം എന്നൊരു ആവശ്യം വരുന്നു. അങ്ങനെ ആകപ്പാടെ ഒരു കുഴഞ്ഞു പറഞ്ഞൊരു സംവിധാനമായിരുന്നല്ലോ. അന്ന് ഈ ഭാഗ്യവതി ഉണ്ടാക്കിയിട്ടുള്ള, ഒരുപക്ഷെ ഭാഗ്യവതി ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ച വലിയൊരു തരംഗമുണ്ട്. അതൊന്നും തരംഗമായി ആരും കണക്കാക്കിയെന്ന് എനിക്ക് തോന്നുന്നില്ല. ധർമ്മടം പോലുള്ള സ്ഥലത്ത് അവരവിടെ മത്സരിക്കാൻ ധൈര്യപ്പെട്ടതുപോലും വലിയ സംഭവമായിട്ടാണെന്ന്. അതെ, അവർ ഈ ഒരു വിക്ടിം എന്ന നിലയിൽ കുഞ്ഞെടുപ്പുകളുമൊക്കെ ആയി വലിയ രീതിയിലുള്ളൊരു പ്രചരണം കേരളത്തിൽ നിന്ന് പല മണ്ഡലങ്ങളിൽ നിന്നും ആളുകൾ ചെന്നിരുന്നു. മനുഷ്യാവകാശ പ്രവർത്തകരടക്കം ഒരു വിഭാഗം ആളുകൾ രംഗത്തിറങ്ങിയിരുന്നു. പക്ഷേ എന്നാലൊന്നും പിണറായി വിജയൻ്റെ ജനപ്രീതി ഇടിക്കാനായില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് വീണ്ടും അത് ഈ കാരണങ്ങൾ കൊണ്ടാണ്. രാഷ്ട്രീയ വിമർശനങ്ങൾ വേറെ, ധർമ്മടം പോലുള്ള ധർമ്മടം മാത്രമല്ല, കണ്ണൂർ ജില്ലയിലെ പല മണ്ഡലങ്ങളും, ഇപ്പോൾ തലശ്ശേരി ആകട്ടെ, ധർമ്മടമാകട്ടെ, ഇത്തരത്തിലുള്ള മണ്ഡലങ്ങൾ പലതും ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച മണ്ഡലങ്ങൾ തന്നെയാണ്. അതിൽ വലിയൊരു തരംഗമുണ്ടായാൽ മാത്രമാണ്, വലിയ മാറ്റങ്ങളുണ്ടായാൽ മാത്രമാണ് ഈ മണ്ഡലങ്ങളിൽ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ 2026 തെരഞ്ഞെടുപ്പിലും അതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ പിണറായി വിജയൻ മത്സരിച്ചാലും ഇല്ലെങ്കിലും ധർമ്മടം മണ്ഡലത്തിലെ ഫലത്തിൽ വലിയ മാറ്റമുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അവരുടെ വോട്ട് ബേസ് വളരെ ശക്തമായൊരു, ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ബേസ് വളരെ ശക്തമായൊരു മണ്ഡലമാണ് ധർമ്മടം. ഈ ധർമ്മടത്തെ നമ്മൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളെക്കുറിച്ച് കൂടി നമ്മളൊന്ന് ചർച്ച ചെയ്ത് പോകേണ്ടതാണ്. അവസാനം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെ എടുക്കാം. ഈ ധർമ്മടത്തെ 8 പഞ്ചായത്തുകളിൽ, അതായത് അഞ്ചരക്കണ്ടി, ചെമ്പിലോട്, മുഴുപ്പിലങ്ങാട്, പെരളശ്ശേരി, ധർമ്മടം, പിണറായി, വേങ്ങാട്, 8 പഞ്ചായത്തുകളിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴുണ്ടായിട്ടുള്ള ഒരു മാറ്റം പല രാഷ്ട്രീയ കേന്ദ്രങ്ങളും മറ്റൊരു സൂചനയായിട്ട് വ്യാഖ്യാനിക്കുകയോ ചൂണ്ടിക്കാണിക്കുകയോ ചെയ്യാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പിണറായി വിജയൻ്റെ ഈ പറയുന്ന പിണറായിയിൽ ഈ പറയുന്ന രീതിയിലൊരു മാറ്റം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ധർമ്മടത്ത് ഒരു മാറ്റം ഉണ്ടാകുന്നു എന്നുള്ള രീതിയിൽ അത് കോൺഗ്രസ്സിനോ ഇപ്പോൾ BJPയുടെ 3 സ്ഥാനാർത്ഥികൾ ജയിച്ചു കയറുന്നു. അപ്പോൾ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു നറേറ്റീവിൻ്റെ ഒരു ബിൽഡപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ചൂണ്ടി ഒരു നറേറ്റീവ് ബിൽഡപ്പ് നടക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇതിനു മുമ്പ് 2016 ഒരുപക്ഷെ ഒരു പഞ്ചായത്തിൽ, ആ ഒരു പഞ്ചായത്ത് കടമ്പൂർ പഞ്ചായത്തിൽ ഒരു സ്ഥാനാർത്ഥിയുടെ ഒരു വോട്ട് ഒരു സീറ്റ് അധികം കിട്ടിയ UDF അധികാരം പിടിച്ചിരുന്നു. ആ പഞ്ചായത്ത് ഇപ്രാവശ്യം LDF സുഗമമായി പിടിച്ചെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. സ്വിഫ്റ്റ് എക്സ്ചേഞ്ചാണ്. അപ്പോൾ എന്നാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്തൊക്കെയോ പറഞ്ഞു വെക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും LDFന് തന്നെയാണ് അവിടെ മേധാവിത്വം ഉള്ളത്. അവിടെ UDFന് കാര്യമായൊരു മേധാവിത്വം എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല, വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല കാര്യമായിട്ട്. അപ്പോൾ അത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ വലിയ തോതിൽ മാറ്റങ്ങൾ ഉണ്ടായപ്പോഴും ഈ പറയുന്ന ധർമ്മടം മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഈ പറയുന്ന ശക്തമായ അടിത്തറയിൽ വിള്ളലുണ്ടാക്കാൻ UDFന് കഴിഞ്ഞില്ല. പക്ഷേ ഈ കൂടി ഉണ്ടായൊരു സംഭവം, ഈ ധർമ്മടം പഞ്ചായത്തിൽ, പിണറായി വിജയൻ്റെ സ്വന്തം പഞ്ചായത്തായ ധർമ്മടം പഞ്ചായത്തിൽ BJP 3 സീറ്റുകൾ നേടി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു മാറ്റമെന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്കുള്ള മാറ്റം അവിടെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. ഇപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ ഒരു ഉറച്ച മണ്ഡലമായി തന്നെയാണ് ധർമ്മടം നിലനിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും മുഖ്യമന്ത്രി അവിടെ സ്ഥാനാർത്ഥിയാകുമോ
പിണറായി വിജയൻ്റെ മണ്ഡലം എന്ന് നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിറ്റിംഗ് സീറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിലായിരിക്കും നമ്മളത് പറയുന്നുണ്ടാവുക. വീണ്ടും മുഖ്യമന്ത്രി അവിടെ മത്സരിക്കുമോ എന്നുള്ളത് ഇതുവരെ തീരുമാനമായിട്ട് പാർട്ടി അത്തരത്തിൽ പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ല. എങ്കിലും ഏകദേശം അദ്ദേഹം അവിടെ മത്സരിക്കാനുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം പോകുന്ന ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഒരു മണ്ഡലം എന്നൊരു ഖ്യാതി ധർമ്മടത്തിനുണ്ട്. അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഒന്നാമത്തെ നേതാവ് മത്സരിക്കുന്ന മണ്ഡലമാണ് ധർമ്മടം. അതെ. അപ്പോൾ ആ ഒരു ഖ്യാതിയിൽ ധർമ്മടത്ത് ഇനിയിപ്പോൾ CPM ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുകയാണ്. കോൺഗ്രസിന് ഇപ്രാവശ്യമെങ്കിലും കുറച്ച് അല്ലെങ്കിൽ UDF സാധാരണ ഘടകകക്ഷികളിലേക്ക് മാറിപ്പോയി അവസാനം കോൺഗ്രസിലേക്ക് എത്തുന്നതാണ് ധർമ്മടത്തിൻ്റെ ഒരു UDF സംബന്ധിച്ചിടത്തോളം ധർമ്മടത്തിലെ ഒരു സ്ഥാനാർത്ഥി ചിത്രം. അപ്പോൾ ഇക്കുറി എങ്കിലും UDF കൃത്യമായിട്ട് പ്രതിസന്ധികളില്ലാതെ ധർമ്മടത്തിലേക്ക് ഒരു സ്ഥാനാർത്ഥിനെ കൊണ്ടുവരാൻ ആവട്ടെ എന്നുകൂടെ നമുക്ക് ആഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. കാരണം എങ്കിലും ധർമ്മടത്തിൽ ആരോഗ്യകരമായ മത്സരം നമുക്ക് കാണാനാവും. എന്തായാലും അടുത്ത ദിവസം മറ്റൊരു മണ്ഡലത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും ഇരിക്കാം. നന്ദി.